രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഇന്ന് എവിടെ പോകുന്ന ആലോചിച്ചിരുന്നു. അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എത്ര പോയാലും മടുക്കാതെ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു വിചാരിച്ചു. അങ്ങനെ ഇന്ന് കിട്ടിയ ദക്ഷിണ എടുത്ത് നേരെ മടത്തി ഒന്ന് കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സ് എടുത്തു. അതുപോലെ പിറകെ കാണുന്ന കൃഷ്ണനെ വരച്ച വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കും. അതുപോലെ ഇനി ഏതാ പടം വരയ്ക്കുന്നത് കമന്റ് ചെയ്യാം. അങ്ങനെ നേരെ മടത്തി ഇറങ്ങി കേട്ടോ. അധികം വൈകാതെ പത്മനാഭന്റെ മണ്ണിലെത്തി കേട്ടോ. എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും പത്മനാഭനെ കാണാൻ വരുമ്പോൾ ഒന്നും നമുക്ക് പ്രശ്നമേ അല്ല. വന്നുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള ശ്രീ പത്മനാഭ ഹോട്ടലിൽ കയറി കേട്ടോ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പത്മനാഭനെയും കണ്ട് ഒരു ചായയും കുടിച്ചങ്ങിരുന്നു കേട്ടോ. അതിനുശേഷം ചായ അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ ഓർഡർ ചെയ്ത ദോശ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കഴിച്ച ശേഷം നേരെ പത്മനാഭനെ കാണാൻ ഇറങ്ങിയ ഉള്ളിൽ എത്രയൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ഭഗവാന്റെ തിരുസന്നിൽ എത്തുമ്പോൾ എല്ലാം മാഞ്ഞു പോകും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നതിന് ശേഷം ഭഗവാനോട് പോയിട്ട് ഇനിയും വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിലോട്ട് പോയി കേട്ടോ. ഞാൻ വന്നപ്പോൾ നട അടച്ചു. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ കടയിൽ ഈ ഒരു വള മേടിച്ചു കേട്ടോ. ഇതിന്റെ പേരെന്താ കറക്റ്റ് അറിയാവുന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി രാമചന്ദ്രൻ ഓഫീസിലുള്ള ദേവൻസിൽ കയറി. അവിടെ നിന്ന് ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് ഞാൻ അങ്ങ് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നേരെ പോകണം ലുലു മാളിലോട്ടോ. അങ്ങനെ മാൾ ഓഫ് ട്രാവൻകൂറും കഴിഞ്ഞ് നേരെ ലുലു മാൾ എത്തി കേട്ടോ. വന്നോണ്ടേ തേർഡ് ഫ്ലോറിൽ അങ്ങോട്ട് പോയി ഒരു ചായ അങ്ങോട്ട് മേടിച്ചു കേട്ടോ. ഇന്നും സെൽഫി ടീന്നുണ്ടോ ചായ മേടിച്ചേ. ഞാൻ ഓർഡർ ചെയ്തൊരു മസാല ചായ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇവിടെ ചായ കുടിച്ച് പോണ വഴിക്ക് ഈ ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കണം കേട്ടോ. പിന്നെ കൂട്ടിരിക്കും ഞാൻ പോയി. അങ്ങനെ കുറച്ചു നേരം ചേട്ടന് കൂട്ടുവരുന്ന് ഞാൻ നേരെ അവിടെ നേരെ ലുലു ഹൈപ്പറിലോട്ട് കയറി. ഇന്നൊരു വെറൈറ്റിക്ക് മിക്സഡ് വെജ് സാലഡ് കേട്ടോ എടുത്തു. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നമുക്ക് തന്നെ കോരി എടുക്കാം. ഞാനിവിടെ വെള്ളക്കടലയും കുറച്ച് വെള്ളരിക്ക എടുത്തു കേട്ടോ. കൂടെ തൈരിലിട്ട് ആപ്പിളും എടുത്തു കേട്ടോ. എന്റെ കുഞ്ഞു വരുന്ന ഇത്ര മതി കേട്ടോ. അവിടെ നേരെ ജ്യൂസിന്റെ സെക്ഷനിൽ നിന്ന് 2 ജ്യൂസും കൂടെ എടുത്തു കേട്ടോ. പിന്നെ ചോക്ലേറ്റിന്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് ഡയറി മിൽക്ക് കൂടെ മേടിച്ചു. എന്തിനാണെന്ന് പിന്നെ പറയാൻ കേട്ടോ. അവിടെ ഇറങ്ങിയ ശേഷം കുറച്ചു വിശ്രമിക്കാനായിട്ട് പുറത്തിറങ്ങിയിരുന്നു കേട്ടോ. അവിടെ നേരെ ഹൈപ്പറിന്റെ സൈഡിലുള്ള ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ച് പുറത്തിറങ്ങി കഴിക്കാൻ തുടങ്ങി കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യോ. അങ്ങനെ അതും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പാർക്കിങ്ങിന്റെ പേ ചെയ്യാൻ പോയ കേട്ടോ. അവിടെ നിന്ന് ചേച്ചിക്ക് നമ്മൾ ഈ ഡയറി മിൽക്ക് കൊടുത്തു കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോരുത്തർക്ക് ഓരോ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരെ മുഖത്തുണ്ട് ഒരു സന്തോഷം ഉണ്ട്. അത് പ്രത്യേക സന്തോഷം കേട്ടോ. അതിന് നേരെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പോകുന്ന വഴി ഞാൻ മുന്നേ കരിക്ക് കുടിച്ച ഈ കരിക്കും കടയിൽ നിന്ന് കരിക്ക് കുടിച്ചു കേട്ടോ. കരിക്കും വെള്ളം കുടിച്ചതിന് ശേഷം അത് വെട്ടി കീറി അതിനകത്തുള്ള കാമ്പ് തിന്നാൻ തുടങ്ങി. അങ്ങനെ അതും കുടിച്ച് നേരെ അമ്പലത്തിൽ എത്തി കേട്ടോ. അമ്പലത്തിൽ എത്തിയപ്പോൾ നമ്മൾ 2 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് 2 ഡയറി മിൽക്ക് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ മഠത്തിലെത്തി കേട്ടോ. അന്നുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സ് അങ്ങ് മാറി. അത് കഴിഞ്ഞ് മിക്സഡ് വെജ് സാലഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കോഫി മിൽക്ക് ഷേക്ക് കുടിക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ബ്ലൂബെറി മിൽക്ക് ഷേക്ക് കുടിക്കാൻ തുടങ്ങി കേട്ടോ. അത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി ഇത് തന്നെയല്ല അവസ്ഥ. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്തൂടെ കാണാം. ബൈ.